ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇതാണ് നമ്മുടെ നാട്ടിലെ കല്ലുമ്മക്കായ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കല്ലുമ്മക്കായ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോയി. നന്നായിട്ട് കഴുകിയിട്ട് ശേഷമാണ് ഞാൻ അതൊന്ന് പുഴുങ്ങാൻ വെച്ചു കേട്ടോ. ചട്ടിയിലാണ് പുഴുങ്ങാൻ വെച്ചത്. അപ്പോൾ നമ്മുടെ നാട്ടിലിത് ചെട്ടിപ്പടി, കടലുണ്ടി അങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെയാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് ഞാൻ 1 kgക്ക് എനിക്ക് 150 രൂപയാണ് ആയത്. അങ്ങനെ നന്നായി തിളച്ച് വരുമ്പോൾ ഈ കല്ലുമ്മക്കായി രണ്ടായിട്ട് പിളരും. ആ സമയം നോക്കിയിട്ട് നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് ചൂടൊന്ന് ആറിയതിന് ശേഷം അതിനെ ഉള്ളിൽ നിന്ന് അതിൻ്റെ മീറ്റ് എടുക്കണം. അത് സിമ്പിൾ പരിപാടി കേട്ടോ, മീറ്റ് എടുക്കുന്നത്. ഇതിൻ്റെ എന്താ പറയുക, ഭയങ്കരമായ പണി വരാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് മീറ്റ് എടുക്കുന്നത് നല്ല ഇഷ്ടമുള്ള പരിപാടിയാണ്. ഇതല്ലെങ്കിൽ നമ്മൾ ആ തൊണ്ട് വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് എടുക്കാൻ പറ്റും. ഈ സ്പൂൺ അല്ലെങ്കിൽ തൊണ്ട് വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സോ ഞാൻ അതൊക്കെ ക്ലിയർ ചെയ്ത് സാധനം ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കല്ലുമ്മക്കായ എന്ന് പറഞ്ഞ സാധനം ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഐറ്റം കേട്ടോ ഈ കല്ലുമ്മക്കായ, ചെമ്മീൻ, കൂന്തൾ, അങ്ങനത്തെ എന്താ പറയുക, സീ ഫുഡ് ഐറ്റംസൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. സോ അതൊക്കെ കാണുമ്പോൾ നമ്മൾ വേഗം വാങ്ങിക്കും. അങ്ങനെ നന്നായിട്ട് എടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ വേസ്റ്റ് കളയാൻ പോവുകയാണ്. ഇപ്പോൾ അത്രയും നമ്മൾ നന്നാക്കി എടുത്തപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് അതിൻ്റെ മീറ്റ് കിട്ടുന്നത്. ഇനി അതിൻ്റെ വേസ്റ്റും കൂടി കളഞ്ഞെടുക്കണം. അപ്പോൾ അത് പുഴുങ്ങിയത് റീസൺ നമുക്കത് എളുപ്പം കളയാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ ഉണ്ട്, കളയാനുള്ളതേ ഉള്ളൂ. സോ ഞാനതൊക്കെ ക്ലീൻ ആക്കാൻ പോവുകയാണ് ഗൈസ്. ഫൈനലി ഞാൻ എല്ലാം ക്ലീൻ ആക്കിയിട്ടോ. ഇനി ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമുക്കൊരു ചീനച്ചട്ടി എടുത്തിട്ട് അടുപ്പിൽ വെക്കാം. ചീനച്ചട്ടി അല്ലെങ്കിൽ ഉരുളി ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഞാനിത് ഫ്രൈ ചെയ്യാനാണ് പോകുന്നത്. ഇവിടെ ശ്രുതിക്ക് ഫ്രൈ ചെയ്ത ഐറ്റംസാണ് കൂടുതൽ ഇഷ്ടം. സോ ഞാൻ ചീനച്ചട്ടി വെച്ച് ചൂടാക്കാൻ തുടങ്ങുകയാണ്. അതിലേക്ക് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. നന്നായിട്ട് വെച്ചാൽ ഏകദേശം നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി, അതായത് കല്ലുമ്മക്കായുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക. അത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടാണ്. തേങ്ങാക്കൊത്ത് ഉള്ള എന്താ പറയുക, കല്ലുമ്മക്കായ നമ്മൾ കഴിച്ചിട്ടുണ്ടാവും. അത് നല്ലൊരു കോമ്പിനേഷനാണ് തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് കല്ലുമ്മക്കായ ചെയ്യുന്നത്. സോ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. അതായത് ഒന്ന് എന്താ പറയുക, അതൊന്ന് ചൂടായി കിട്ടണം. സോ ഞാനത് ചെയ്തതിന് ശേഷം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തു. ശേഷം ഇനി നമുക്ക് ഒന്നും കൂടി ഇളക്കണം, നന്നായിട്ട് ഇളക്കണം. അതായത് ഈ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പച്ചമണം പോകണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത് നന്നായിട്ട് ഡ്രൈ ഫ്രൈ ആക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് സവാള, തക്കാളി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വേണ്ട. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള സ്പൈസസ് ആണ് ഇടേണ്ടത്. എനിക്ക് ഇഷ്ടമുള്ള സ്പൈസസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിലധികം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല ലേശം ചേർത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ എന്ത് നോൺ വെജ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കും. പിന്നെ എൻ്റെ കയ്യിലുള്ളത് കുറച്ച് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. സോ ഞാൻ ആ മുളക് പൊടി കുറച്ചിട്ടിട്ട് കാശ്മീരി ചില്ലി അധികമായിട്ട് യൂസ് ചെയ്യുകയാണ് ചെയ്യുക. അതാണ് 2 തവണയായിട്ടും മുളക് പൊടി ഇടുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിലേക്ക് ഞാൻ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ഇടാം. ഞാനത് ചെയ്യുന്നില്ല. എനിക്ക് പച്ചമുളക് ഞാൻ അത്ര തന്നെ ഒന്നും ചെയ്യുമ്പോൾ അങ്ങനെ ഇടാറില്ല. അതായത് ചിക്കനാണെങ്കിലും ഒന്നും ഞാൻ പച്ചമുളക് അധികം എടുക്കാറില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ ലാസ്റ്റ് മീറ്റ് മസാല കൂടി ചേർത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അതായത് നമ്മൾ ഈ ചേർത്ത പൊടികളൊക്കെ ഒന്ന് മൂത്ത് കിട്ടണം, അതിനാണ് ഇളക്കി കൊടുക്കുന്നത്. ഞാൻ സിമ്മിലിട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. വല്ലാതെ ഫ്ലെയിം ആണെങ്കിൽ അത് കരിഞ്ഞു പോകും. സോ അധികം ഫ്ലെയിം ഇല്ലാതെ കുറച്ചിട്ടിട്ട് ചെയ്താൽ മതി. ഈ സെയിം പ്രൊസീജിയറിൽ തന്നെ നമുക്ക് കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ ആഡ് ചെയ്തിട്ട് റോസ്റ്റ് പോലെ, അതായത് കല്ലുമ്മക്കായ റോസ്റ്റ് പോലെയും ചെയ്യാം കേട്ടോ. പക്ഷേ ഈ റോസ്റ്റ് എല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ഞാനൊന്ന് വെറൈറ്റി നോക്കി പിടിച്ചതാണ്. ഞാനപ്പോൾ അതിലേക്ക് കല്ലുമ്മക്കായ ഇട്ട് കൊടുക്കാൻ പോകാം കേട്ടോ. ഇതിനകത്ത് ഞാൻ തീരെ വെള്ളം യൂസ് ചെയ്തിട്ടില്ല. ഈ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ചിലർ എന്താ പറയുക, നമ്മൾ ആദ്യം വേവിച്ചില്ലേ, ചട്ടിയിലിട്ട് വേവിച്ചില്ലേ, അന്നേരം ഉള്ള വെള്ളം എടുത്ത് വെച്ചിട്ട് റോസ്റ്റിൽ ഒഴിച്ചിട്ട് അതിന് ചൊയ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അത് എടുത്തിട്ടില്ല കേട്ടോ. അതിന് എന്താ പറയുക, വെള്ളം തീരെ യൂസ് ചെയ്യാതെ ചെയ്യുന്നത്. അങ്ങനെ കല്ലുമ്മക്കായ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക എന്നുള്ള പ്രൊസീജിയറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫ്ലെയിം കൂട്ടിയിട്ടില്ല എപ്പോഴും. ഞാൻ മസാല അതിലേക്ക് പിടിക്കണം. ഇതിനകത്ത് ഞാൻ ഉപ്പിട്ടിട്ടില്ലേ എന്ന് ചോദിക്കുന്നവരോട് പറയാനാണ്, ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. പക്ഷേ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞാൻ നോക്കിയിട്ട് ഒന്നും കൂടി ഉപ്പിടുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. ആദ്യം ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. തേങ്ങയിലൊക്കെ പിടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വേണം. സോ ഞാൻ രണ്ടാമത് നോക്കിയിട്ട് ഉപ്പ് കുറവാണ് തോന്നിയപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ടതാണേ.
അങ്ങനെ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അതിനെ സെറ്റാക്കി എടുക്കുകയാണ് വേണ്ടത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇനി ഇടാൻ വേണ്ടി വിചാരിക്കുന്നത് കറിവേപ്പിലയും മല്ലിച്ചെപ്പുമാണ് കേട്ടോ. മല്ലിച്ചെപ്പിൻ്റെ ചോയ ഇഷ്ടമില്ലാത്തവർ ഇടണ്ട, ഞാനിവിടെ മല്ലിച്ചെപ്പ് ഇടുന്നില്ല. സോ നമുക്കിതിനകത്ത് കറിവേപ്പിൻ്റെലും കൂടി ആഡ് ചെയ്യാനുള്ളൂ. പിന്നെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതിനെ ഇളക്കി ഇളക്കി ഡ്രൈ ആക്കി എടുക്കണം. ഇത് തന്നെ ചിലർ നന്നായിട്ട് ഈ കല്ലുമ്മക്കായയിൽ മസാലയെല്ലാം ഈ പറഞ്ഞ മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് എണ്ണയിലിട്ട് പൊരിക്കുന്നവരുണ്ടാവും. പക്ഷെ ഞാൻ ആ മെത്തേഡ് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം ഒരുപാട് എണ്ണ കുടിക്കുക അതങ്ങനെ അതിനകത്തിട്ട് കോരുമ്പോൾ. ഇപ്പം നമ്മൾ ആ ആദ്യം ഒഴിച്ച എണ്ണയിൽ ഇതിങ്ങനെ കിടന്ന് മൂത്ത് മൂത്ത് വരികയാണ്. അപ്പം ഞാൻ അതിനകത്തേക്ക് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ. സുതിക്ക് ഡ്രൈ ആവണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ, ഇന്ന മോഡൽ ചെയ്യണം എന്നൊന്നുമില്ല. സോ ഇതാണ് നമ്മളുടെ എന്താ പറയുക കല്ലുമ്മക്കായ ഫ്രൈ എന്ന് പറയുമോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെമ്മീനാണെങ്കിലൊക്കെ ചെയ്യാറ്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളത് കല്ലുമ്മക്കായൊക്കെ ഡ്രൈ ആയി തേങ്ങാക്കൊത്തൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതിലേക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.